ശബരിമല യുവതീ പ്രവേശനത്തിൽ സുപ്രീം കോടതിയിലെ NSS വാദത്തിനെതിരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഓരോ വിഭാഗത്തിന്റെയും ആചാരങ്ങൾ അതത് വിഭാഗത്തിന് തീരുമാനിക്കാമെന്ന നിലപാട് അംഗീകരിക്കാനാകില്ല എന്ന് ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ അറിയിച്ചു. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അച്യുതൻ, യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്നും വാദം തുടരുകയാണ്. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്തൊക്കെ കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്? അമൃത, ഈ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട ഈ കഴിഞ്ഞ തവണ വാദം കേൾക്കുന്നതിനിടയിലാണ് NSS ഇത്തരമൊരു വാദം മുന്നോട്ട് വച്ചത്. അതായത് ഓരോ വിഭാഗത്തിന്റെയും ആചാരങ്ങൾ അതാത് വിഭാഗങ്ങൾ തീരുമാനിക്കാം എന്നായിരുന്നു NSS മുന്നോട്ട് വെച്ച ഒരു വാദം എന്നുള്ളത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് കൂടുതൽ വാദങ്ങൾ ഇപ്പോൾ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത്. അതിൽ പറയുന്നത് ഈ ജാതി, വർഗം, വംശം, ലിംഗഭേദം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിലക്ക് അത് അംഗീകരിക്കാനായി കഴിയില്ല. അതൊരു തരത്തിലും അംഗീകരിക്കാനായി കഴിയില്ല. മറിച്ച് ഈ ക്ഷേത്ര ആചാരങ്ങൾ ആചരിക്കുന്നത് നിലവിൽ ഇന്ന് അതായത് ഈ ശബരിമല യുവതി പ്രവേശനത്തിലെ പുനഃപരിശോധന ഹർജികളെ പിന്തുണച്ചുള്ള വാദം ഇന്ന് ആരംഭിച്ചപ്പോൾ ദേവസ്വം ബോർഡാണ് ഇന്ന് വാദം നടത്തുന്നത്. ദേവസ്വം ബോർഡിനായിട്ട് മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വിയാണ് ഹാജരായി ആ വാദങ്ങൾ ഉന്നയിക്കുന്നത്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ഈ ആർട്ടിക്കിൾ 25 അതൊരു വ്യക്തിക്ക് ഏത് മതം സ്വീകരിക്കാനും അല്ലെങ്കിൽ അതിന്റെ ആചാരങ്ങൾ നടത്തുവാനുമുള്ള അവകാശങ്ങൾ നൽകുന്നുണ്ട്. അത് ശരി തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും അത്തരമൊരു വ്യക്തിഗത അവകാശങ്ങൾ ആ മതത്തിലെ തന്നെ മറ്റു വിഭാഗങ്ങളിലുള്ള വ്യക്തികളുടെ അവകാശങ്ങൾക്ക് മേൽ കടന്നു കയറുന്ന തരത്തിലേക്കുള്ളതാകരുത് എന്ന തരത്തിലേക്ക് ആണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ ഈ വാദങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുന്നത്. എന്തായാലും നിലവിലിപ്പോൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. എന്തായാലും നേരത്തെ ഈ NSSന്റെ വാദത്തിനെതിരെയാണ് കൂടുതലായ വാദങ്ങൾ ദേവസ്വം ബോർഡ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.